നമസ്കാരം. അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങി 2026 വരുന്ന PSC എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വയനാട് മിനർവ PSC നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മാത്സിലെ 25 ടോപ്പിക്കുകളുള്ള മാത്സ് മെൻ്റബിലിറ്റിയും കൂടി 25 ടോപ്പിക്കുകളുള്ള 2 ടോപ്പിക്കായി കണക്കാക്കപ്പെടുന്ന ക്ലോക്കിലെ കോണളവ്, പ്രതിബിംബത്തിലെ സമയം, അങ്ങനെ 2 ടോപ്പിക്കായി കണക്കാക്കുന്ന ടോപ്പിക്ക് ക്ലോക്ക് എന്ന ടോപ്പിക്കിലെ തൊട്ടടുത്ത് നടന്ന എക്സാമുകളിലെ 2-3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നോർമലി നമ്മൾ ക്ലോക്കിലെ കോണളവ്, പ്രതിബിംബത്തിലെ സമയം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമെങ്കിലും നിലവിൽ വളരെയധികം ചോദ്യങ്ങൾ, ഈവൻ സൂചികളുടെ പൊസിഷൻ 0 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി പോലെയുള്ള ചോദ്യങ്ങൾ, ലേറ്റായിട്ട് ഓടുന്ന ക്ലോക്ക്, ഫാസ്റ്റായിട്ട് ഓടുന്ന ക്ലോക്ക് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ, പുതിയ അപ്ഡേറ്റുകളുള്ള ഒരു ടോപ്പിക്കാണ് ക്ലോക്ക്. വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്. അതിൽ അടുത്ത് നടന്ന ഒരു എക്സാമിലെ ചോദ്യമാണ്, ഒരു ക്ലോക്കിൽ 5 മണിയിലേക്ക് ചൂണ്ടുന്ന സൂചികൾക്കിടയിലുള്ള കോണളവ്. സ്വാഭാവികമായി ക്ലോക്കിലെ കോണളവ് എന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും പഠിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ വരുന്നൊരു ഇക്വേഷൻ ആയിരിക്കും കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള, കുറച്ചെങ്കിലും പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ വരുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും 30H - 11/2 × മിനിറ്റ്. ഇതാണ് നോർമലി ക്ലോക്കിലെ കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതുപയോഗിച്ച് നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ 30 × H എന്ന് പറയുന്നത് മണിക്കൂറാണ് 5, മൈനസ് 11/2 × മിനിറ്റ് ഇവിടെയില്ല. 5 മണി എന്ന് പറയുമ്പോൾ മിനിറ്റ് ഒന്നുമില്ലാത്തത് കൊണ്ട് ആ പാർട്ട് 0 ആയിപ്പോവും. 30 × 5 150 ഡിഗ്രി എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 150 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. മിനിറ്റ് കൂടി ഉണ്ടെങ്കിൽ ആ 11/2 × മിനിറ്റിൽ നമുക്ക് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഒരു വഴിയെ ഞാൻ നിങ്ങൾക്കായി അഡ്വൈസ് ചെയ്യുന്നില്ല. പകരം എളുപ്പമുള്ള മാർഗം പറയാം. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന കോണളവ്, മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവ് 30 ഡിഗ്രിയാണ്. 1 മണിക്കൂറിൽ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവ് 30 ഡിഗ്രിയാണ്. 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ്. 1 മിനിറ്റിൽ മണിക്കൂർ സൂചി സഞ്ചരിക്കുന്നത് 1/2 ഡിഗ്രിയാണ്. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്, 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ മിനിറ്റ് സൂചി 1 മണിക്കൂറിൽ 360 ഡിഗ്രി സഞ്ചരിക്കും, 1 മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ്. 10 സെക്കൻഡിൽ 1 ഡിഗ്രിയും. മിനിറ്റ് സൂചി ഓരോ 10 സെക്കൻഡിലും ഓരോ ഡിഗ്രി വീതമാണ് സഞ്ചരിക്കുന്നത്. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കും, 10 സെക്കൻഡിൽ 1 ഡിഗ്രിയും സഞ്ചരിക്കും. മണിക്കൂർ സൂചിയുടെ നോക്കുക, 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ്, 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ്. അതുപോലെ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ്, 10 സെക്കൻഡിൽ 1 ഡിഗ്രിയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ്, നമുക്ക് ക്ലോക്ക് ഡയൽ ആകെ ഉള്ളത് 360 ഡിഗ്രിയാണ്. വൃത്താകൃതിയിലാണ്, അത് 360 ഡിഗ്രിയാണ്. ഈ വൃത്താകൃതിയിലുള്ള ക്ലോക്കിനെ 12 ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. 1 മുതൽ 12 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് 12 തുല്യ ഭാഗങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. അപ്പോൾ 12 കൊണ്ട് 360 ഭാഗിച്ചാൽ നമുക്ക് കിട്ടും ഒരു ഡിവിഷൻ്റെ അളവ് 30 ഡിഗ്രിയാണ്. ഒരു ഡിവിഷൻ്റെ അളവ് എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. അങ്ങനെ 12 ഡിവിഷൻ ആകുമ്പോൾ 360 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കിയാൽ 5 മണിയിലേക്ക് ചൂണ്ടുന്നത്, 5 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി അവിടെയുള്ളത് 5ലേക്കാണ്. മണിക്കൂർ സൂചിയുള്ളത് 5ലേക്കാണ്. മിനിറ്റ് സൂചിയുള്ളത് 12ലേക്കുമാണ്. അപ്പോൾ മിനിറ്റ് സൂചി അവിടെ നിന്ന് ചലിച്ചിട്ടില്ല. അപ്പോൾ മണിക്കൂർ സൂചി മാത്രമേ 12ൽ നിന്ന് സഞ്ചരിച്ച് എവിടെ വരെ വന്നിട്ടുള്ളൂ? 5 വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ 5 ഡിവിഷനാണ് 2 സൂചികൾക്കിടയിലായിട്ടുള്ളത്. 1, 2, 3, 4, 5. അത് അറിയാൻ വേണ്ടിയിട്ട് മണിക്കൂർ സൂചിയിൽ നിന്ന് മിനിറ്റ് സൂചിയെ കുറച്ചാൽ മതി. ഇവിടെ മിനിറ്റ് സൂചിയുടെ കാര്യമേ പറയുന്നില്ല, നമുക്കറിയാം 5 മണിക്ക് മിനിറ്റ് സൂചി എവിടെയുള്ളത്? 12ലാണ്. അപ്പോൾ 5 ഡിവിഷൻ മണിക്കൂർ സൂചി സഞ്ചരിച്ചത് മാത്രമേ ഉള്ളൂ. ഓരോ ഡിവിഷനും 30 ഡിഗ്രി വീതം ആയതുകൊണ്ട് 5 × 30
150 ഡിഗ്രിയാണ്. അപ്പോൾ മണിക്കൂർ സൂചിയുടെ മാത്രം സഞ്ചാരമാണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി വീതം 5 മണിക്കൂർ കൊണ്ട് 150 ഡിഗ്രിയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മിനിറ്റ് കൂടി വന്നാൽ നമുക്ക് അതിൻ്റെ കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യാം. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇവിടുത്തെ ഉത്തരം സിമ്പിളായിട്ട് 5 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി സഞ്ചരിച്ച കോണളവ്. അപ്പോൾ ഏതിൻ്റെ മാത്രം എടുത്താൽ മതിയാകും? മണിക്കൂർ സൂചിയുടെ മാത്രം സഞ്ചാരം എടുത്താൽ മതി. 1 മണിക്കൂറിൽ 30 ഡിഗ്രി വീതം 5 മണിക്കൂർ കൊണ്ട് 150 ഡിഗ്രി എന്നുള്ളത് ആ ഒരൊറ്റ മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. തൊട്ടടുത്ത് നടന്ന എക്സാമിൻ്റെ ചോദ്യമാണ്. ഒരു ക്ലോക്കിൽ 3:20 മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ചേർന്ന് ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണ്? 3:20 മണിക്കൂറുണ്ട്, മിനിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മണിക്കൂർ സൂചിയുടെ സഞ്ചാരം 1 മണിക്കൂറിൽ 30 ഡിഗ്രി, മിനിറ്റ് സൂചിയുടെ സഞ്ചാരം മണിക്കൂർ സൂചിയുടെ സഞ്ചാരം 1 മിനിറ്റിൽ 1/2 ഡിഗ്രി. അതുപോലെ മിനിറ്റ് സൂചിയാണെങ്കിൽ 1 മിനിറ്റിൽ 6 ഡിഗ്രിയും 10 സെക്കൻഡിൽ 1 ഡിഗ്രി. 1 മിനിറ്റിൽ 6 ഡിഗ്രിയും 10 സെക്കൻഡിൽ 1 ഡിഗ്രിയുമാണ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കറിയണം സൂചികൾ എങ്ങനെയാണ് നിൽക്കുക. 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഇങ്ങനെ 12 ഡിവിഷനാണ്. അപ്പോൾ സമയം പറഞ്ഞിട്ടുള്ളത് 3:20. 20 മിനിറ്റ് ആകുമ്പോൾ ഷാർപ്പ് മിനിറ്റ് സൂചി 4-ലേക്കായിരിക്കും. മണിക്കൂർ സൂചി 3 കഴിഞ്ഞിട്ടും ആയിരിക്കും. അതായത് 3:20 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 3-ലെന്നും മിനിറ്റ് സൂചി 4-ലെന്നും നമുക്കെടുക്കാം. 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചി 3-ലാണ്, 20 മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് സൂചി 4-ലാണ്. 3 - 4 എന്തിനു വേണ്ടിയിട്ടാണ് മണിക്കൂർ സൂചിയിൽ നിന്ന് മിനിറ്റ് സൂചിയെ കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ 2 സൂചികൾക്കിടയിൽ എത്ര ഡിവിഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം. മണിക്കൂർ സൂചി 3-ലാണ്, മിനിറ്റ് സൂചി 4-ലാണ്. അപ്പോൾ വലുത് 4 അല്ലേ, 4-ൽ നിന്ന് 3 കുറച്ചുകൂടെ എന്ന് ചോദിച്ചാൽ 4-ൽ നിന്ന് 3 കുറച്ചാൽ മതി. പക്ഷേ അവിടെ സൈൻ ഇമ്പോർട്ടൻ്റ് ആവും. കാരണം നമുക്കിവിടെ സൂചി സഞ്ചരിക്കുന്നത് അകത്തോട്ടാണ്. അകത്തോട്ട് സഞ്ചരിക്കുന്ന കേസുണ്ട്, പുറത്തോട്ട് സഞ്ചരിക്കുന്ന കേസുണ്ട്. അതുകൊണ്ട് വലുത് മൈനസ് ചെറുത് എന്നുള്ളതല്ല നോക്കേണ്ടത്. മണിക്കൂർ സൂചി അവർ ഹാൻഡ് മൈനസ് മിനിറ്റ് സൂചി മിനിറ്റ് ഹാൻഡ് എന്നുള്ള രീതിയിലാണ്. എപ്പോഴും മണിക്കൂർ സൂചിയിൽ നിന്ന് മിനിറ്റ് സൂചിയെ കുറയ്ക്കുക. 3-ൽ നിന്ന് 4 കുറച്ചാൽ നമുക്കറിയാം 1 ഡിവിഷനാണ് അവിടെ. വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് -1 അപ്പോൾ -1 × 30. ഇവിടെ ഡിവിഷൻസിൻ്റെ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ് 3-ൽ നിന്ന് 4 കുറച്ച മണിക്കൂർ സൂചിയിൽ നിന്ന് മിനിറ്റ് സൂചി കുറച്ചതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഓരോ ഡിവിഷനും 30 ഡിഗ്രി ആയതുകൊണ്ട് ആ ഡിവിഷൻസിൻ്റെ എണ്ണത്തെ നമ്മൾ 30 കൊണ്ട് ഗുണിക്കണം. -1 × 30 കഴിഞ്ഞില്ല. കാരണം ഇപ്പോൾ ഒരു ഡിവിഷൻ ആണെങ്കിലും 30 ഡിഗ്രി ആണെങ്കിലും അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. കാരണം മണിക്കൂർ സൂചി ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി വീതം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 3 മണിയായിരുന്ന സമയത്ത് മണിക്കൂർ സൂചി എവിടെ ഉണ്ടായിരുന്നു? 3-ൽ തന്നെ ഉണ്ടായിരുന്നു. 3 മണിയായിരുന്ന സമയത്ത് മണിക്കൂർ സൂചി ഉണ്ടായിരുന്നത് 3-ൽ തന്നെയാണ്. മിനിറ്റ് സൂചി 12-ലും ആയിരുന്നു. മിനിറ്റ് സൂചി എവിടെ വരെ സഞ്ചരിച്ചു വന്നു? 4-ൽ വരെ. എത്ര ഡിവിഷൻ സഞ്ചരിച്ചു വന്നു? 4 ഡിവിഷൻ സഞ്ചരിച്ചു വന്നു. അത്രയും സമയവും മണിക്കൂർ സൂചി അവിടെ നിൽക്കില്ല. മണിക്കൂർ സൂചി ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി വീതം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി ആണെങ്കിൽ 2 മിനിറ്റ് ആകുമ്പോൾ അത് 1 ഡിഗ്രി ആയിരിക്കും. 3 മിനിറ്റ് ആകുമ്പോൾ 1.5 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ 5 മിനിറ്റ് ആണെങ്കിൽ അത് 2.5 ഡിഗ്രി ആയിരിക്കും. 10 മിനിറ്റ് ആണെങ്കിൽ അത് 5 ഡിഗ്രി. എത്രയാണോ മിനിറ്റ് അതിൻ്റെ പകുതിയായിരിക്കും മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന കോണളവ്. ഇവിടെ 20 മിനിറ്റാണ്. 20 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും? 10 ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും. അതും കൂടി കൂട്ടണം. 10 ഡിഗ്രി അഥവാ മിനിറ്റിൻ്റെ പകുതി. 20 മിനിറ്റാണ് 20ൻ്റെ പകുതി അഥവാ 10 ഡിഗ്രി. -1 × 30 -30 +10 -20 എന്ന് പറയും. നമുക്ക് ആംഗിളിൽ അവസാനം വരുമ്പോൾ എന്ത് വേണ്ട? സൈൻ വേണ്ട. പക്ഷേ ആദ്യമേ സൈൻ ഒഴിവാക്കി കളയരുത്. കാരണം കാൽക്കുലേഷനിൽ നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും വരുന്നത് കൊണ്ട് ആ സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനൽ ആൻസറിൽ സൈൻ ഇമ്പോർട്ടൻ്റ് അല്ല. ഓർക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മണിക്കൂർ സൂചിയിൽ നിന്ന് മിനിറ്റ് സൂചിയെ കുറയ്ക്കുക. ഇവിടെ മണിക്കൂർ സൂചി ഉള്ളത് 3-ലാണ്. 3:20 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ഉള്ളത് 3-ലാണ്. 20 മിനിറ്റ് ആകുമ്പോൾ മിനിറ്റ് സൂചി ഉള്ളത് 4-ലാണ്. അപ്പോൾ 3-ൽ നിന്ന് 4 കുറച്ചാൽ നമുക്കറിയാം 1 ഡിവിഷനാണുള്ളത്.
ഓരോ ഡിവിഷനും 30 ഡിഗ്രി വീതമായതുകൊണ്ട് ആ ഡിവിഷൻസിൻ്റെ എണ്ണത്തെ 30 കൊണ്ട് ഗുണിക്കണം. ഇനി മണിക്കൂർ സൂചി അവിടെ തന്നെ അനങ്ങാതെ നിൽക്കില്ല, ഓരോ മിനിറ്റിലും 1/2 ഡിഗ്രി വീതം അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിച്ച് 20 മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി 10 ഡിഗ്രിയും കൂടെ പുറത്തോട്ട് അകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യണം, കൂട്ടി വെക്കണം. അപ്പോൾ -30 + 10 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? -20. ആക്ച്വലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞു 30h -11/2 ഇൻറ്റു മിനിറ്റ് എന്നുള്ള ഇക്വേഷനാണ്. അവിടെ കൊടുക്കുകയാണെങ്കിൽ 30 × 3 -11/2 ഇൻറ്റു മിനിറ്റ് തന്നത് 20 എന്നാണ്. രണ്ടും 20 വെട്ടിയാൽ നമുക്ക് 10 കിട്ടും. 30 × 3 90. 30 × 3 90 -110. നമ്മുടെ ഉത്തരം -20 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇത്രയും കാൽക്കുലേഷൻ ഇല്ലാതെ ഇവിടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റുന്നത് ഇവിടെ കിട്ടിയത് ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ്. ഒറ്റ സംഖ്യ വരുമ്പോൾ 11/2 മിനിറ്റിൽ നമുക്ക് ഇത്തിരി സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 11 × 15/2 25 × 11/2 അങ്ങനെ വരുന്ന കാൽക്കുലേഷനിൽ കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മെത്തേഡായിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് മണിക്കൂർ സൂചി അവർ ഹാൻഡ് മൈനസ് മിനിറ്റ് ഹാൻഡ് മിനിറ്റ് സൂചി ഇൻറ്റു 30 പ്ലസ് മിനിറ്റ്/2. മണിക്കൂർ സൂചിയിൽ നിന്ന് മിനിറ്റ് സൂചിയെ നമ്മൾ കുറയ്ക്കുന്നത് എത്ര ഡിവിഷൻ ഉണ്ട് എന്നറിയാൻ വേണ്ടി, ആ ഡിവിഷൻസിൻ്റെ എണ്ണത്തെ 30 കൊണ്ട് ഗുണിക്കുന്നത്, ആ ഡിവിഷൻ എല്ലാം കൂടി എത്ര ഡിഗ്രി എന്നറിയാൻ വേണ്ടി മിനിറ്റിൻ്റെ പകുതി കൂട്ടുന്നത്, അത്രയും സമയം കൊണ്ട് മണിക്കൂർ സൂചി എത്ര ഡിഗ്രിയാണ് പോയതെന്ന് നമുക്കറിയാം. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രിയും 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയും സഞ്ചരിക്കുമ്പോൾ മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് 6 ഡിഗ്രിയും 10 സെക്കൻഡ് കൊണ്ട് 1 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും 30 സെക്കൻഡ് നഷ്ടപ്പെടുത്തുന്നു. 30 സെക്കൻഡ് ഓരോ മണിക്കൂറിലും നഷ്ടപ്പെടുത്താണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് സമയം ശരിയാക്കി വെച്ചു. അന്നേ ദിവസം അർദ്ധരാത്രി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര മണിക്കാണ്? അത് 12 മണിക്കാണ്. അർദ്ധരാത്രിയിൽ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? അപ്പോൾ ഡയറക്റ്റ് കോണളവ് ചോദിച്ചതല്ല, ഒന്ന് ചുറ്റി ചോദിച്ചേക്കുക. എന്താ? ക്ലോക്ക് ഓരോ മണിക്കൂറിലും 30 സെക്കൻഡ് നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ, ലോസ് ആക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ലോ ആകുന്നു എന്നാണ്. കൃത്യമായി ഒരു ക്ലോക്ക് ഓടുന്ന സമയത്ത് ഒരു ക്ലോക്ക് 1 മണിക്കൂറാകുമ്പോൾ 30 സെക്കൻഡ് പുറകിലായിരിക്കും, ആക്ച്വൽ ടൈം ആയിരിക്കില്ല കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം 12 മണിക്കത് ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്കത് ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് രാത്രി 12 മണി ആകുമ്പോൾ, യഥാർത്ഥ സമയം 12 മണിയാകുമ്പോൾ, അതാണ് അതിൻ്റെ ധ്വനി, അർദ്ധരാത്രിയിൽ ക്ലോക്കിലെ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയെന്നാണ്. ഇതിനകത്ത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ആ 2 രീതി ഞാനൊന്ന് പറയാം. ഒന്ന്, ഓരോ മണിക്കൂറിലും നഷ്ടപ്പെടുത്തുന്നത് 30 സെക്കൻഡാണ്. അപ്പോൾ 1 മണിക്കൂറിൽ 30 സെക്കൻഡ് വെച്ച് സ്ലോ ആവുന്ന ക്ലോക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ആദ്യം എന്ത് ചെയ്തത്? ശരിയാക്കി വെച്ചത്. പിന്നീട് സമയം നോക്കണത് എത്ര മണിയായപ്പോഴാണ്? രാത്രി 12 മണിയായപ്പോഴാണ്. അപ്പോൾ എത്ര മണിക്കൂറായിട്ടുണ്ട്? 12 മണിക്കൂർ. 12 മണിക്കൂറായിട്ടുണ്ട്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂറിൽ നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സ്ലോ ആകുന്നത് 30 സെക്കൻഡാണ്. 1 മണിക്കൂറിൽ 30 സെക്കൻഡ് ആണെങ്കിൽ 12 മണിക്കൂറിലും 30 സെക്കൻഡ് അഥവാ അര മിനിറ്റ്. 12 മണിക്കൂറിലും അര മിനിറ്റ് വീതമാകുമ്പോൾ 12 × 1/2 12 × 1/2 6 മിനിറ്റാണ് നഷ്ടപ്പെടുത്തുന്നത്. 1 മണിക്കൂറിൽ അര മിനിറ്റ് അഥവാ 30 സെക്കൻഡ് ആണെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് എത്ര മിനിറ്റ് നഷ്ടപ്പെടുത്തുന്നു? 6 മിനിറ്റ് നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ് സ്ലോ ആകുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 1 മണിക്കൂറിൽ 30 സെക്കൻഡ് സ്ലോ ആവും. അപ്പോൾ 2 മണിക്കൂറാകുമ്പോൾ അത് 1 മിനിറ്റ് ആവും. 2 മണിക്കൂറിൽ 1 മിനിറ്റ് ആണെങ്കിൽ 4 മണിക്കൂറാകുമ്പോൾ 2 മിനിറ്റ്, 6 മണിക്കൂറാകുമ്പോൾ 3 മിനിറ്റ്, 8 മണിക്കൂറാകുമ്പോൾ 4 മിനിറ്റ്, 10 മണിക്കൂറാകുമ്പോൾ 5 മിനിറ്റ്, 12 മണിക്കൂറാകുമ്പോൾ 6 മിനിറ്റ്. അങ്ങനെ ഓരോ മണിക്കൂറിലും അര മിനിറ്റ് വീതം, 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അര മിനിറ്റ് വീതം നഷ്ടപ്പെടുത്തിയാൽ 12 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് സ്ലോ ആകുന്നത്, നഷ്ടപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സ്ലോ ആകുന്നത് 6 മിനിറ്റാണ്.
അതിനകത്തുനിന്ന് നമുക്ക് അപ്പോഴുള്ള സമയം യഥാർത്ഥ ക്ലോക്കിൽ 12 മണിയാകുമ്പോൾ നമ്മുടെ നഷ്ടപ്പെടുത്തിയ തെറ്റായിട്ടുള്ള ക്ലോക്കിൽ 11:54 ആകുള്ളൂ. യഥാർത്ഥ ക്ലോക്കിൽ 12 മണിയാകുമ്പോൾ നമ്മുടെ ക്ലോക്കിൽ എത്രയാവുള്ളൂ? 12:54 ആവുള്ളൂ. അപ്പോൾ കോണളവ് കണ്ടുപിടിക്കാൻ നമുക്ക് 30h - 11/2 ഇൻറ്റു മിനിറ്റ് ഉപയോഗിച്ചാൽ 30h 30 × 11 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് 54 54 2 വെട്ടിയാൽ 27 എന്ന് കിട്ടും. 30 × 11 330 മൈനസ് 27 × 11 270 27 297 എന്ന് കിട്ടും. 330 മൈനസ് 297 നമ്മുടെ ഉത്തരം 33 ഡിഗ്രി എന്നാണ്. ഉത്തരം എത്രയെന്നാണ്? 33 ഡിഗ്രി എന്നാണ്. അപ്പോൾ ആക്ച്വൽ ടൈം കണ്ടുപിടിക്കുന്നു. ആക്ച്വൽ ടൈം കണ്ടുപിടിച്ചിട്ട് ആ ടൈം ഇക്വേഷനിൽ കൊടുത്ത് നമ്മൾ കോണളവ് കണ്ടുപിടിക്കുന്നു. ഇതാണ് യഥാർത്ഥ രീതിയെങ്കിൽ ഞാൻ ചെറിയൊരു ഉടായ്പ വഴി പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം 6 മിനിറ്റാണ് വ്യത്യാസം. ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി സഞ്ചരിക്കും? 6 ഡിഗ്രി സഞ്ചരിക്കും. ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? 6 ഡിഗ്രി. അതേ ഒരു മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര സഞ്ചരിക്കും? 1/2 ഡിഗ്രി. അപ്പോൾ 6 ഡിഗ്രി മിനിറ്റ് സൂചി അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ ഒരു 1/2 ഡിഗ്രിയും കൂടെ ആര് പോകും? മണിക്കൂർ സൂചി പോകും. അപ്പോൾ ഫലത്തിൽ 5.5 ഡിഗ്രിയാണ് രണ്ടുപേരും തമ്മിലുള്ള ഒരു മിനിറ്റിലെ വ്യത്യാസം. അതായത് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെയൊക്കെ ടൈമിൽ പറയുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയും, ആപേക്ഷിക വേഗത എന്ന് പറയും. ഒരു മിനിറ്റിലെ മിനിറ്റ് സൂചിയുടെ വേഗത 6 ഡിഗ്രി ആണെങ്കിൽ മണിക്കൂർ സൂചിയുടെ വേഗത 1/2 ഡിഗ്രിയാണ്. അപ്പോൾ തമ്മിൽ റിലേറ്റ് ചെയ്യുമ്പോൾ ഒരാൾ 6 പോകുമ്പോൾ പുറകെ അടുത്തയാൾ 1/2 വരും. അപ്പോൾ 6ൽ നിന്ന് 1/2 അങ്ങ് കുറഞ്ഞു. മൊത്തത്തിൽ എത്ര വ്യത്യാസം വന്നിട്ടുള്ളൂ? 5.5. അപ്പോൾ 5.5 ഡിഗ്രി വീതം എത്ര മിനിറ്റ് ഉണ്ട്? 6. 5.5 ഡിഗ്രി വീതം 6 മിനിറ്റത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 5.5 5.5 × 6 അല്ലെങ്കിൽ 5 2 10 ഒന്നും 11/2 × 6 എന്ന് എടുക്കാം. വെട്ടി 11 3 33 ഡിഗ്രി എന്ന് ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ഇതിനകത്തൊരു ടേം നമ്മൾ പഠിച്ചിരിക്കണം നന്നായിട്ട്. റിലേറ്റീവ് സ്പീഡ്, മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും റിലേറ്റീവ് സ്പീഡ്. മണിക്കൂർ സൂചിയെ വെച്ചിട്ട് മിനിറ്റ് സൂചിയുടെ റിലേറ്റീവ് സ്പീഡ് എത്ര ഡിഗ്രിയാണ്? 5.5 ഡിഗ്രിയാണ്. അതായത് വേറൊന്നുമില്ല, ഒരു മിനിറ്റിൽ മിനിറ്റ് സൂചി സഞ്ചരിക്കുന്നത് 6 ഡിഗ്രി. മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 1/2 ഡിഗ്രി. 6 ഡിഗ്രി മിനിറ്റ് സൂചി ഓടുമ്പോൾ 1/2 ഡിഗ്രി മണിക്കൂർ സൂചി പുറകെ പോകും. അപ്പോൾ 5.5 ഡിഗ്രിയാണ് രണ്ടും തമ്മിലുള്ള റിലേറ്റീവ് അല്ലെങ്കിൽ ആപേക്ഷിക വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ആപേക്ഷിക വേഗത 5.5 ഡിഗ്രി ആയതുകൊണ്ട് 5.5 ഡിഗ്രി വീതം 6 മിനിറ്റ് ആകുമ്പോൾ ആ സൂചികൾ തമ്മിലുള്ള വ്യത്യാസം എത്ര ഡിഗ്രി ആയിരിക്കും? 33 ഡിഗ്രി ആയിരിക്കും. ഒരിക്കൽ കൂടി പറയാം. ആപേക്ഷിക വേഗത മണിക്കൂർ സൂചി ഒരു മിനിറ്റിൽ 1/2 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി സഞ്ചരിക്കും. അപ്പോൾ ഒരാൾ 1/2 സഞ്ചരിക്കും, ഒരാൾ 6 സഞ്ചരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയേ വരുള്ളൂ? 5.5 ഡിഗ്രിയേ വരൂ. ഒരു മിനിറ്റിൽ 5.5 ഡിഗ്രി വീതം. അങ്ങനെ എത്ര മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഇവിടെ? 6 മിനിറ്റിൻ്റെ വ്യത്യാസം. ഒരു മിനിറ്റിൽ 5.5 വീതമാണെങ്കിൽ 6 മിനിറ്റ് ആകുമ്പോൾ 5.5 അല്ലെങ്കിൽ 5ഉം 2ൽ 1 ഇൻറ്റു 6 എന്ന് വരും. 6 5 30, വീണ്ടും ഒരു 30 കൂടെ വരും, 330 33 ഡിഗ്രി എന്ന് വരും. 55 × 6 330 വരും. നമ്മൾ ദശാംശം ഒഴിവാക്കിയ 33 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഒന്നുകൂടി പറയുന്നു, മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത് 30 ഡിഗ്രിയാണ്, ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 1/2 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ സഞ്ചരിക്കുന്നത് 6 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി 10 സെക്കൻഡ് കൊണ്ട് 1 ഡിഗ്രിയുമാണ്. അപ്പോൾ
3 ക്ലോക്കിലെ 3 അടുത്തടുത്ത എക്സാമുകളുടെ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തത്. നന്നായിട്ടൊന്ന് ചെയ്തു പഠിക്കുക. മണിക്കൂർ സൂചിയുടെ മിനിറ്റ് സൂചിയുടെയും ഇടയിലെ കോണളവുണ്ട്, മിനിറ്റ് സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെയും ഇടയിലെ കോണളവുണ്ട്. 3 സൂചികളുടെയും സെപ്പറേറ്റ് സഞ്ചാരം ചോദിച്ചിട്ടുണ്ട്. മണിക്കൂർ സൂചിയുടെ സഞ്ചാരം മണിക്കൂറിൽ എത്ര, മിനിറ്റ് സൂചിയുടെ സഞ്ചാരം ഇത്ര മിനിറ്റിലെത്ര, സെക്കൻഡ് സൂചിയുടെ സഞ്ചാരം ഇത്ര സെക്കൻഡിലെത്ര എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് സൂചികളുടെ സഞ്ചാരം പഠിക്കുക. നമുക്ക് ഏത് ചോദ്യവും കോണളവിൻ്റേത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും നല്ല ഒരു പരീക്ഷ വിജയകരമായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.